തൃശൂർ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മാണം പ്രതിസന്ധിയിലായ വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് പിന്നാലെ സിപിഎമ്മിനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട അനാസ്ഥയ്ക്ക് പിന്നിൽ ചാവക്കാട്ടെ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനുള്ള ശ്രമമാണ്. സിപിഎമ്മിന്റെ അറിവോടെയാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നത് എന്നുമാണ് ആരോപണം. എന്നാൽ കോൺഗ്രസ് പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തീരദേശ മേഖലയായ ചാവക്കാട്ടെ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുന്നത്. 2006 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതും പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ സ്കൂളിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായതും സംബന്ധിച്ചായിരുന്നു വാർത്ത. ഇതിന് പിന്നാലെയാണ് സിപിഎമ്മിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയത്. സിപിഎം നേതാക്കൾ അധ്യാപകരായതും പാർട്ടിക്ക് മാനേജ്മെന്റുമായി ബന്ധമുള്ള ചാവക്കാട്ടെ CV രാമൻ മെമ്മോറിയൽ സ്കൂളിനെ സഹായിക്കാൻ വർഷങ്ങളായി നീക്കം നടക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് മണത്തല സ്കൂളിനോടുള്ള അധികൃതരുടെയും പാർട്ടിയുടെയും അവഗണനയെന്നുമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഇവർ പറയുന്നത് കരാറുകാരൻ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ആ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരനെ വെക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും സഖാക്കളും ഇത് ഇവിടെ വരരുത് എന്ന് ആഗ്രഹിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ MLA-മാർ അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഇതിനു വേണ്ട യാതൊരു സംവിധാനവും ചെയ്യുന്നില്ല. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല, വിദ്യാഭ്യാസ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. സ്കൂളിന്റെ അധികാര ചുമതലയുള്ള ചാവക്കാട് നഗരസഭ 25 വർഷത്തിലേറെയായി ഭരിക്കുന്നത് CPM ആണ്. വർഷങ്ങളായി മണ്ഡലത്തിലെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതും CPM നേതാക്കളാണ്. ഇത്തരം അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കെ മണത്തല സ്കൂളിനോടുള്ള അവഗണന തുടരുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഭാഗമാണെന്നും ഇതിനോടകം വിമർശനങ്ങൾ ഉയർന്നു. 10-25 വർഷക്കാലമായിട്ട് ഈ നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. ആ നിലക്ക് ഇങ്ങനെ ശോചനാവസ്ഥയിൽ ഈ സ്കൂളിൻ്റെ ശാപമോക്ഷം കിട്ടാൻ ജനങ്ങളും മറ്റെല്ലാവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം. മാത്രമല്ല രക്ഷിതാക്കൾക്കോ കുട്ടികൾക്ക് അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഇത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതേസമയം കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM. സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടായെന്ന കാര്യം വസ്തുതയാണെങ്കിലും ഇതിന് പിന്നിലുള്ള കാരണം സാങ്കേതികം മാത്രമാണെന്നാണ് CPM നേതാക്കൾ നൽകുന്ന വിശദീകരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിലാണ് ഈ പൊതുവിദ്യാലയത്തിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചത്. കരാറുകാരൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി അത് കുറച്ച് വൈകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ചാവക്കാട് നഗരസഭയും മണത്തല സ്കൂളിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ വലിയ രീതിയിൽ പുരോഗമിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഇവിടെയുള്ള സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തെ കരിവാരി തേച്ച് രക്ഷിതാക്കളിൽ അരക്ഷിതാബോധമുണ്ടാക്കി ഈ സ്വകാര്യ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത്. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രധാന പ്രശ്നം സ്കൂളിലെ സ്ഥലപരിമിതിയും അധ്യാപകരുടെ എണ്ണത്തിലുള്ള കുറവുമാണ്. ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന സ്കൂളിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഒട്ടേറെ പരാതികളും നൽകിയിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.